ബംഗാളിൽ CPIM ഇനി തിരിച്ചു വരില്ല. CPIM തീർന്നു കഴിഞ്ഞു. 25 വർഷം കാത്തിരുന്നാൽ പോലും CPIMന് തിരിച്ചു വരാൻ കഴിയില്ല. ഇത്തരം ചർച്ചകൾ നാം ഒരുപാട് കേട്ടുകൊണ്ടിരുന്നു, ഇപ്പോഴും കേൾക്കുന്നു. പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIM എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു, ഇടതുപക്ഷം മത്സരിക്കുന്നു. CPIM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ജനങ്ങൾ ഇറങ്ങുന്നു. മുതിർന്ന നേതാക്കളും ചെറുപ്പക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു പശ്ചിമ ബംഗാളിലെ തെരുവുകളിലും ഗ്രാമപ്രദേശങ്ങളിലും. ഇതൊരു കാഴ്ചയാണ്, പുതിയ കാഴ്ചയാണ്. അപ്പോഴാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഹാൽട്ട മണ്ഡലത്തിലെ ഏതാനും ബൂത്തുകളിൽ CPIMന്റെ ചിഹ്നം, വോട്ടിംഗ് മെഷീനിലെ ചിഹ്നം ടാപ്പ് കൊണ്ട് മറച്ചിരിക്കുന്നു, ഒട്ടിച്ച് മറച്ചിരിക്കുന്നു എന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വരുന്നത്. ഒരു ബൂത്തുകളിലല്ല, നിരവധി ബൂത്തുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ചില ബൂത്തുകളിൽ മറ്റൊരു ദൃശ്യം പ്രേക്ഷകർ കാണാം. CPIMന്റെയും BJPയുടെയും ചിഹ്നം മറച്ചു വെച്ചിരിക്കുന്നു, ടാപ്പ് കൊണ്ട് ഒട്ടിച്ച്, അതും പ്രേക്ഷകർക്ക് കാണാം. ഇതൊരു വലിയ സൂചനയാണ്. പശ്ചിമ ബംഗാളിൽ CPIM പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വരുന്നു. തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ബദൽ, അതല്ലെങ്കിൽ എതിരാളിയായി മാറിയിട്ടുണ്ട് CPIM. അതല്ലെങ്കിൽ എന്തിനാണ് ടാപ്പ് ഉപയോഗിച്ച് CPIMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം മറച്ചു വെക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ മറച്ചു വെച്ചപ്പോഴും ചിഹ്നം കാണുന്നില്ല എന്ന് പരാതിപ്പെടാൻ തയ്യാറായി വോട്ടർമാർ രംഗത്ത് വരുന്നു. പോളിംഗ് ഓഫീസറോട് പറയുകയാണ്, ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കാണാനില്ല, മുകളിൽ ടാപ്പ് വെച്ച് മറച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് പരിശോധന നടത്തുന്നത്. പരിശോധന നടത്തിയപ്പോഴാണ് കണ്ടെത്തിയത് ശരിയാണ്, വോട്ടർ നൽകിയ പരാതി ശരിയാണ് എന്ന്. എപ്പോഴാണ് ഇത് മറച്ചു വെച്ചത് എന്നറിയില്ല. അതിനുശേഷം എത്ര പേർ വന്ന് വോട്ട് ചെയ്തു എന്നും അറിയില്ല. ഇങ്ങനെയാണെങ്കിൽ ആ പോളിംഗ് ബൂത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കേണ്ടി വരും എന്ന് ഇലക്ഷൻ കമ്മീഷൻ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു രാഷ്ട്രീയ സൂചന നൽകുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ CPIM ശക്തി പ്രാപിച്ചു വരുന്നു എന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നാം കണ്ടതാണ്. വൻ മുന്നേറ്റമാണ് CPIM ഉണ്ടാക്കുന്നത്. വൻ റാലികൾ സംഘടിപ്പിക്കാൻ CPIMന് കഴിയുന്നു. ഇതൊക്കെ നടക്കുന്നതിനിടയിൽ മറ്റൊരു വാർത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് പ്രസ് TV തന്നെ കൊടുത്തിരുന്നു. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത കാണാൻ കഴിയില്ല. അത് ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ SFI നേടിയ വൻ വിജയമാണ്. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI 2 സീറ്റിൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. മറ്റ് 2 സീറ്റിൽ ഇടതുപക്ഷ സംഘടനകൾ വിജയിക്കുന്നു. TMCയും BJPയുടെ ABVPയും പുറകോട്ട് പോകുന്നു. കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാതെ പുറകോട്ട് പോകുന്നു. ഇത് ചെറിയ കാര്യമല്ല, പശ്ചിമ ബംഗാളിൽ സംഭവിക്കാത്ത കാര്യമാണ്. പശ്ചിമ ബംഗാളിൽ LDF CPIM തിരിച്ചു വരുന്നു, ഇടതുപക്ഷം തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനകൾ നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇതാ ജാദവ്പൂർ സർവകലാശാലയിൽ നിന്ന് വന്ന വാർത്ത. അതിനുശേഷം ഹാൽട്ട മണ്ഡലത്തിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഹാൽട്ട മണ്ഡലത്തിൽ CPIMന്റെ ചിഹ്നം വോട്ടിംഗ് മെഷീനിൽ മറച്ചു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? എതിരാളികൾക്ക് ഭീഷണിയായി, എതിരാളികൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് CPIM എന്നതുകൊണ്ട് തന്നെ.